സംസ്ഥാനത്ത് ഇന്ന് അതിതീവ്ര മഴ മുന്നറിയിപ്പാണ്. 5 ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ തീവ്ര മഴ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. മറ്റ് 5 ജില്ലകളിലും യെല്ലോ അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിതീവ്ര മഴ മുന്നറിയിപ്പുള്ള കാസർഗോഡ്, കണ്ണൂർ, വയനാട് ജില്ലകളിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു. കോഴിക്കോട് നിന്ന് അനഘ ഹർഷൻ ചേരുകയാണ്. അനഘ, സംസ്ഥാനത്ത് ഇന്ന് അതിതീവ്ര മഴ മുന്നറിയിപ്പാണുള്ളത്. മാത്രമല്ല കാസർഗോഡും കണ്ണൂരും വയനാടും എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി നൽകിയിരിക്കുകയാണ്. ദേവിക, വടക്കൻ കേരളത്തിൽ അതിതീവ്ര മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ്. മാത്രമല്ല മണിക്കൂറിൽ അതിശക്തമായ കാറ്റ് വീശാനും സാധ്യതയുണ്ടെന്ന് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. നിലവിൽ കണ്ണൂർ, കാസർഗോഡ്, വയനാട് തുടങ്ങിയ 3 ജില്ലകളിൽ റെഡ് അലേർട്ടാണ്. കൂടാതെ ഇവിടങ്ങളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ കണ്ണൂർ ജില്ലയിൽ ഇന്ന് രാവിലെ മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. കണ്ണൂരിലെ ഇരിട്ടി പോലുള്ള സ്ഥലത്ത് അതിതീവ്രമായ മഴ പെയ്യുന്നുണ്ട്. കണ്ണൂരിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് തുടർച്ചയായ 3 ദിവസമായി അവധി പ്രഖ്യാപിച്ചിരിക്കുക. തുടർച്ചയായി തന്നെ ശക്തമായ മഴ കണ്ണൂർ ജില്ലയിലുണ്ട്. കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ചാണെങ്കിൽ ഇന്ന് കാസർഗോഡും മഴ മാറി നിൽക്കുന്ന അതിതീവ്ര മഴയില്ലാത്തൊരു സാഹചര്യമുണ്ട്. പക്ഷേ കാസർഗോട്ടെ പല പ്രദേശങ്ങളിലും ചില വീടുകളിലേക്കൊക്കെ തന്നെ വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഇന്നലെ അടക്കം ഉണ്ടായിരുന്നു. മാത്രമല്ല ഈ പ്രദേശത്തെ നമ്മളടക്കം ദൃശ്യങ്ങളിൽ കാണിച്ചതാണ്. ഒരു വീട്ടിലേക്ക് തൊട്ടടുത്തുണ്ടായിരുന്ന വലിയ കല്ല് വരുന്ന ഒരു സാഹചര്യമൊക്കെ തന്നെ, കല്ല് ഉരുൾപൊട്ടി വരുന്ന പോലെയുള്ള ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. റോഡിൽ പലയിടങ്ങളിലും വിള്ളൽ രൂപപ്പെടുന്ന സാഹചര്യവും കാസർഗോഡ് ജില്ലയിലുണ്ട്. കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ച് ഇപ്പോൾ മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണെങ്കിൽ പോലും അതിശക്തമായ മഴ ഉണ്ടാകും എന്ന മുന്നറിയിപ്പാണ് കാസർഗോഡ് ജില്ലയിൽ നിന്ന് പുറത്തു വരുന്നത്. കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ച് രാവിലെ മുതൽ തന്നെ അതിശക്തമായ മഴ തുടരുകയാണ്. വിലങ്ങാട് തുടങ്ങിയ ഉരുൾപൊട്ടൽ സാധ്യതയുള്ള മേഖലകളിലെ ആളുകൾക്ക് കനത്ത ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മാത്രമല്ല ജില്ലാ ഭരണകൂടം സദാസമയം അവിടെ നിരീക്ഷിക്കുന്നുമുണ്ട്. ഈ കടലോര മേഖലകളിൽ താമസിക്കുന്നവർക്കും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നിലവിൽ ട്രോളിംഗ് നിരോധനമാണ്. അതുകൊണ്ട് തന്നെ ചെറുവള്ളങ്ങളൊക്കെ തന്നെ കടലിൽ പോകുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത്തരത്തിലുള്ളവർ പോവരുത് എന്നൊരു നിർദ്ദേശമാണ് അധികൃതർ നൽകുന്നത്. അങ്ങനെ ഏതെങ്കിലും വലിയ തിരമാല, മണിക്കൂറിൽ വലിയ രീതിയിൽ വീശുന്ന തിരമാലകൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ കടലിൽ പോകരുത് എന്നൊരു നിർദ്ദേശം കൂടി നൽകിയിട്ടുണ്ട്. ദേവിക, ശരി അനഘ.